മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ CBI കസ്റ്റഡി അപേക്ഷയിൽ വാദം പൂർത്തിയായി. അല്പസമയത്തിനകം വിധി പറയും. കേസിൽ മനീഷ് സിസോദിയ കുറ്റക്കാരനാണെന്ന് താൻ മൊഴി നൽകിയിട്ടില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സ്വാതി, കെജ്രിവാളിനെ കുരുക്കാൻ പുതിയ വാദങ്ങളുമായി എത്തിയിരിക്കുകയാണ് CBI. ഇപ്പോൾ CBIയുടെ വാദങ്ങളെ തന്നെ കോടതി ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. കെജ്രിവാളിന്റെ മൊഴി വായിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല, സിസോദിയക്കെതിരെ താൻ മൊഴി നൽകിയിട്ടില്ലെന്ന് കോടതിയിൽ കെജ്രിവാൾ വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് ഈ വാദത്തിനിടെ കെജ്രിവാൾ പറഞ്ഞത്, ഒപ്പം തന്നെ CBIയുടെ അഭിഭാഷകൻ പറഞ്ഞത്? വിധി അല്പസമയത്തിനകം ഉണ്ടാകും അല്ലേ? നിലവിൽ മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ CBI കസ്റ്റഡി അപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം വിധി പറയും. കേസിൽ മനീഷ് സിസോദിയ കുറ്റക്കാരനാണെന്ന് താൻ മൊഴി നൽകിയിട്ടില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു. കെജ്രിവാളിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയിലാണ് ഇപ്പോൾ വാദം നടന്നുകൊണ്ടിരുന്നത്. വാദം പൂർത്തിയായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഹർജിയിൽ വിധി പുറപ്പെടുവിക്കുന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, നിലവിൽ CBIക്കെതിരെ ചില ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഈ വിധി കാത്തിരിക്കുകയാണ് കെജ്രിവാളും AAP പാർട്ടിയും. നിലവിൽ CBI പറഞ്ഞ പല വാദമുഖങ്ങളെയും ഖണ്ഡിക്കുന്ന തരത്തിൽ കോടതി തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ വാദത്തിനിടെ കെജ്രിവാൾ പറഞ്ഞത്, CBI പറഞ്ഞത്? സിജു, കെജ്രിവാളിന്റെ വാദം കോടതിയിൽ നടക്കുമ്പോൾ കെജ്രിവാൾ നേരിട്ട് തന്നെ കോടതിയിൽ തന്റെ ഭാഗം പറയുകയായിരുന്നു. കേസിൽ മനീഷ് സിസോദിയ കുറ്റക്കാരനാണെന്ന് താൻ മൊഴി നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേസിൽ ആം ആദ്മി പാർട്ടിയും താനും തെറ്റ് ചെയ്തിട്ടില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. മാത്രമല്ല, CBIയുടെ ആരോപണങ്ങളെല്ലാം തന്നെ നുണയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കെജ്രിവാൾ കോടതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് തലക്കെട്ടുകൾ നൽകാനാണ് CBIക്ക് താല്പര്യമെന്നും മനീഷ് സിസോദിയയുടെ മേൽ താൻ പഴിചാരി എന്ന ഹെഡ്ലൈനിൽ പത്രങ്ങളുടെ ആദ്യ പേജിൽ വാർത്ത വരാൻ CBI ആഗ്രഹിക്കുന്നു. താങ്കളുടെ മൊഴി പരിശോധിച്ചു, സിസോദിയെ കുറ്റപ്പെടുത്തി താൻ മൊഴി നൽകിയിട്ടില്ല. ഇതിന് ഉത്തരമായി കോടതിയും പറയുകയുണ്ടായി. മാധ്യമങ്ങൾ ചിലപ്പോൾ പറഞ്ഞത് ചിലത് മാത്രം എടുത്ത് വാർത്ത കൊടുത്തേക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. എന്തായാലും CBI വീണ്ടും ഇത്തരത്തിൽ കെജ്രിവാളിനെ കുടുക്കാനുള്ള നീക്കം തന്നെയാണ്. കഴിഞ്ഞ ദിവസം തിഹാർ ജയിലിൽ ചെന്നുകൊണ്ട് ഈ ചോദ്യം ചെയ്യലടക്കം നടത്തിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. കേന്ദ്രം ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും CBIയെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നതാണ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കളും ആം ആദ്മി പാർട്ടിയും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ് CBI. 5 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമാണ് CBI കോടതിയോട് ആവശ്യപ്പെട്ടുള്ളത്. ഇക്കാര്യത്തിലാണ് 4:30 വിധി ഉണ്ടാവുന്നത്. സിജു, ശരി. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കെജ്രിവാളിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിൽ അല്പസമയത്തിനകം കോടതി വിധി പറയും. വിവരങ്ങളാണ് സ്വാതി നൽകിയത്.